അത് അവിടെ ഇരുന്ന് എനിക്ക് എനിക്ക് ആദ്യം ആ ഫിംഗറിനെ ഒന്നും അറിയാൻ പറ്റിയില്ല. പക്ഷെ ആ ബോഡി സ്കാനിങ് അത് കഴിഞ്ഞ് എന്റെ ലാസ്റ്റ് മൂമെന്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കാൻ അല്ല, എനിക്ക് എന്തോ എന്നോടൊന്നും നേരത്തെ ഇന്നലത്തെ കൂട്ട് പറഞ്ഞു തന്നില്ലായിരുന്നല്ലോ ജസ്റ്റ് അത് ചെയ്തത്. ഞാൻ അവിടെ തന്നെ ഒന്നും അറിയാണ്ടിരുന്നു പോയി. ആ സമയത്താണ് അവിടെ ചെറുതായിട്ട് എനിക്ക് പൾസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്, ചെറുതായിട്ട്. പക്ഷെ അതിൽ മോർ എഫക്ട് ഒരു ലെഫ്റ്റ് സൈഡിലായിരുന്നു. നമ്മുടെ ഒരു സ്ത്രീകളുടെ ഒരു പവർ, നമ്മുടെ ചന്ദ്രനാടി ലെഫ്റ്റ് സൈഡ് എനിക്ക് ഫുൾ ഇങ്ങനെ പെരുക്കുന്ന പോലെ, ഇങ്ങനെ ആ കൈ മുഴുവൻ പെരുക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ആകെ ഒരു കൂൾനെസ്. അപ്പൊ എപ്പോഴും എന്റെ ബോഡി ഹീറ്റാണ്, ഓവർ ഹീറ്റാണ്. അപ്പം തന്നെ ഒരു കൂൾനെസ്. അത് കഴിഞ്ഞ് ഞാൻ എന്തോ ഡീപ്പായിട്ട് ഞാൻ ഇങ്ങനെ എന്തോ ഒരു എവിടെയോ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് എന്റെ സ്പൈൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഉള്ളിൽ എനിക്ക് ആ കറക്റ്റ് സ്പൈൻ്റെ മിഡിൽ പോർഷനിൽ എനിക്ക് ഒരു ചെറിയ തരിപ്പ് പോലെ വന്നൊരു വൈബ്രേഷൻ ഇങ്ങനെ നല്ലതായിട്ട് ഫീൽ ചെയ്ത് അത് കൂടി വന്നു. അത് കഴിഞ്ഞ് അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ താഴോട്ടും പിന്നെ ത്രോട്ടിന്റെ ബാക്കിലുള്ള അതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും നാളും ഇത് ചക്ര മെഡിറ്റേഷൻ ചെയ്തിരുന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ചക്രാസ് കറക്റ്റ് ഇട്ട് പിന്നെയാണ് ഫുൾ ആ വൈബ്രേഷൻ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഇത് ആ റിയൽ പൊസിഷനിൽ ആ ഒരു സ്പൈനെ അറ്റാച്ച് ചെയ്തിട്ട് അവിടാണല്ലോ ആ പൊസിഷൻ പിടിക്കുന്നത്. കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ദിവസം, ഒരു നിമിഷങ്ങളായിരുന്നത്. താങ്ക് യു സോ മച്ച്. അത് മുകളിലോട്ട് ലാസ്റ്റ് ആണ് കയറി വന്നത്. പക്ഷെ ആ ഹാർട്ട് ചക്രയുടെ ആ ഭാഗമാണ് അവിടെ തൊട്ടാണ് സെൽഫ് ലവ് ശരിക്കും ഫീൽ ചെയ്ത നിമിഷങ്ങള്. വളരെ മനോഹരമായിട്ടിരുന്നു. താങ്ക് യു സോ മച്ച്. അത് ഇപ്പോൾ നിങ്ങൾ കേട്ടതേ, ഒരാള് രാത്രിയിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഖത്തറിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ അവർക്ക് ഞാൻ പിറ്റേ ദിവസം ഒരു സൂമിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് അവർക്ക് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. കുറച്ച് ലെങ്തിയാണ്, എന്നാലൊന്ന് കാണാം, ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ ട്രോമയുമായി ബന്ധപ്പെട്ട സാഹചര്യം പറഞ്ഞിരുന്നു. എനിക്ക് ആ കാര്യം നഷ്ടപ്പെട്ടു. അത് സംഭവിക്കുന്നത് തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രി എനിക്ക് വന്ന ഒരു മെസ്സേജിലെ വാക്കുകളായിരുന്നു ഇത്. പക്ഷേ അടുത്ത ദിവസം അതേ വ്യക്തിയിൽ നിന്ന് വന്ന മെസ്സേജ് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്ന് മനസ്സിന് വളരെയധികം സമാധാനം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, പലതും ചെയ്യാതിരുന്നത് ഇന്ന് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞത്, പലതും ഫീൽ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞത്, ആ ഒരു രാത്രിക്കും അടുത്ത ദിവസത്തിനുമിടയിൽ എന്താണ് നടന്നത് ഒന്ന് കേട്ട് നോക്കല്ലേ. അവർ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. സർ, ഞാനത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോയി. ആ ഓരോന്നിനും ഞാനൊക്കെ ഒരു സെലിബ്രേഷൻ ആണ് കണ്ടത്. സത്യം എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഈച്ചാൻഡവര് തിരിഞ്ഞത് അനുപൂരം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെതായി അതും കുറച്ച് പാഠങ്ങളും നല്ലതെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞു. എനിക്ക് നല്ല കൂളായിട്ട് എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന ആൾക്കാര് എങ്ങനെയിരുന്നോ, ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ അവർക്കും ആ ഒരു കൂളായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അതെ, ദൈവം ചാച്ചി മാഷാഅല്ലാ, ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങനെ പറയാതെ സ്റ്റക്കായിട്ടിരിക്കുമ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ അതിനു മുമ്പ് മിനിഞ്ഞാന്ന് വോയിസ് ഇട്ട ആളും ഇന്നലെ സംസാരിച്ച ആളും അല്ല ഞാനൊന്ന്. പക്ഷെ സൂം മീറ്റിങ്ങിൽ എനിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല.
തള്ളി വിട്ടിട്ട് ഒബ്സർവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഇന്ന് അവരും സർപ്രൈസ് ആയി. കാരണം ഞാൻ പോയി ഒരു വലിയൊരു ഓഫീസിൽ പോയി ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങള് എങ്ങനെയാണെങ്കിലും ഞാൻ സംസാരിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഞാൻ അത്രേ പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനി എപ്പോഴാണോ സമയം കിട്ടുന്ന ആ ഒരു എനിക്കറിയാം നാട്ടിലെ കാലാവസ്ഥയും ഒക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് എന്തായാലും ആ 2 സെഷനോടെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വരെ ഏറ്റവും 7:30 വരെ ഞാൻ ഓടിയാണ് കയറി വന്നത് തന്നെ. അപ്പൊ ഇങ്ങനെ പല ആളുകളും ഉള്ളിൽ ഉരുകി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷെ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സഹോദരി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുത്തു. അങ്ങനെ സൂമിൽ മീറ്റിംഗ് ചെയ്തു. അതിൽ എനർജി ഹീലിംഗ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം അവർക്ക് അനുഭവിച്ച സുഖകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ ദിവസത്തിൻ്റെ ഹീലിങ്ങിൻ്റെ മാറ്റമാണ് അവരിപ്പോൾ പറഞ്ഞത്. നമ്മൾ ശരീരത്തിന് പ്രശ്നം വന്നാൽ ഉടനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ മനസ്സ് ദിവസങ്ങളോളം അസ്വസ്ഥതയിലായിരിക്കുമ്പോൾ പലരും പറയുന്നത് എന്താണ്, അതൊക്കെ മാറിക്കോളും, കുറച്ച് ടെൻഷൻ മാത്രമാണ്, ആരോടും പറയണ്ട. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. സ്ട്രെസ് അനുഭവപ്പെടാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതില്ല. എന്നാൽ അത് ദീർഘകാലം തുടരുകയും ഉറക്കം, ജോലി, കുടുംബ ബന്ധങ്ങൾ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, സാധാരണ ജീവിതം എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവഗണിക്കരുത്. ഇന്ന് ലോകത്ത് 1 ബില്യണിലധികം ആളുകൾ, 100 കോടിയിലധികം ആളുകൾ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിനൊപ്പം ജീവിക്കുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു. ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവ അതിൽ വളരെ സാധാരണമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പലരും സഹായം തേടാത്തത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന പേടി. മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള സ്റ്റിഗ്മ, സ്വന്തം പ്രശ്നത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാത്തത്, ഞാൻ തന്നെ ശരിയാക്കിക്കോളാം എന്ന ചിന്ത, ആരോട് സംസാരിക്കണമെന്ന് അറിയാത്തത്, ഇവയെല്ലാം ഒരാളെ സഹായം തേടുന്നതിൽ നിന്ന് പിന്നോട്ട് നിർത്താം. അതുകൊണ്ട് ഒരാൾ എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് വെറും ഒരു സാധാരണ വാക്കായി തള്ളിക്കളയരുത്. ജീവിതത്തിലെ വലിയ സമ്മർദ്ദങ്ങൾ, ഒറ്റപ്പെടൽ, നഷ്ടങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദീർഘകാല രോഗങ്ങളും വേദനകളും, ഡിപ്രഷൻ പോലുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് എന്നിവ ഒരാളുടെ മാനസികാവസ്ഥയെ ഗുരുതരമായി ബാധിക്കാം. ചിലപ്പോൾ ചെറുപ്പത്തിൽ നടന്നതായിരിക്കാം. അതിനാൽ ശരിയായ സമയത്ത് സഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ആയിരിക്കാം, വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നതായിരിക്കാം, ആവശ്യമായപ്പോൾ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫൈഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായമായിരിക്കാം. മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ് പോലുള്ള സപ്പോർട്ടീവ് പ്രാക്ടീസസ് സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാകാം. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വെറുതെ പറയുന്നതല്ല. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് 100 കോടിയിലധികം ആളുകൾ സ്ട്രെസ്സുമായിട്ട് അല്ലെങ്കിൽ
മെൻ്റൽ ഹെൽത്ത് മായിട്ട് അല്ലെങ്കിൽ രോഗാതുരമായ മനസ്സുമായി ജീവിക്കുന്നുണ്ട്. ലോകത്ത് 7 പേരിൽ ഒരാൾ മാനസികമായിട്ടുള്ള പ്രശ്നം നേരിടുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നീങ്ങുന്ന ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ആ ആൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.